ഈ മനസ്സേ അസ്വസ്ഥമായി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്നൊരു വലിയൊരു ചിന്ത, അയ്യോ ഞാൻ ഡിസ്റ്റർബ്ഡ് ആണല്ലോ എന്നുള്ളതാണ് അല്ലേ. അപ്പം എന്ത് വരും, നമ്മുടെ ഡിസ്റ്റർബൻസ് കൂടുവോ കുറയുവോ? നിശ്ചയമായിട്ടും ഡിസ്റ്റർബൻസ് കൂടും. എന്നാൽ നമ്മൾ ഒന്നാമത് അറിയേണ്ട ഒരു കാര്യം, ഏഹ്, ചില നേരങ്ങളിൽ നമ്മൾ അസ്വസ്ഥമായിരിക്കുന്നതും അതിനെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഇറ്റ്സ് ഓക്കെ നോട്ട് ടു ബി ഓക്കെ എന്ന് പറയും. കുറച്ചു നേരം ഞാൻ മിണ്ടാതിരുന്നോട്ടെ, കുറച്ചു നേരം ഞാൻ എൻ്റെ വിഷമം ഇങ്ങനെ പറഞ്ഞോട്ടെ, ഞാൻ കുറച്ചു നേരം ഒന്ന് കരഞ്ഞോട്ടെ, ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നത് ഒരു നല്ല തിരിച്ചറിവാണ്. എന്നാൽ ചിലർക്ക് ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, അവർ ഡിസ്റ്റർബ്ഡ് ആണെങ്കിലും അവരെ ഒട്ടും കെയർ ചെയ്യത്തില്ല. അവരുടെ ഡിസ്റ്റർബൻസിനെ ഒട്ടും വകവെക്കാതെ ഇങ്ങനെ ഒരു പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ടാകാം, അല്ലെങ്കിൽ അവരുടെ ഒരു സ്വഭാവം കൊണ്ടാകാം, അത് പുറത്ത് കാണിക്കാതെ ഇങ്ങനെ നടക്കുന്ന ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചാണ് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നത്. അവരെ ആർക്കും പിടിപോലും കൊടുക്കത്തില്ല. അവരെ ഇങ്ങനെ ചിരിച്ച് കളിച്ച് ഇങ്ങനെ നടക്കും. ചിലപ്പോൾ കൂടുതൽ ചിരിച്ച് കളിച്ച് നടക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഉള്ളിൽ ഇങ്ങനെ മുറിവേറ്റവരായിട്ട് നടക്കാവുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതിനിങ്ങനെ നടക്കുന്നതിന് പറഞ്ഞൊരു പേരാണ് സെൽഫ് സൈലൻസിങ്. അവരെ തന്നെ ഇങ്ങനെ വിഷമത്തെയും ഡിസ്റ്റർബൻസിനെയും പുറത്ത് കാണിക്കുകയാണ്. ചിലപ്പം അത് ചില രോഗത്തിന് പോലും കാരണമായിട്ട് മാറുന്നൊരവസ്ഥയുണ്ടാകും. ഇവിടെയാണ് നമ്മുടെ ഈ ഉള്ളിലെ ഫീലിങ്സ് സൈലൻസ് ചെയ്തല്ല അതിനെ സോൾവ് ചെയ്യേണ്ടത്. നമുക്കത് ഷെയർ ചെയ്യാൻ പറ്റുന്ന, ഉള്ളു തുറക്കാൻ പറ്റുന്ന നല്ല ഇടങ്ങൾ നമുക്ക് വേണം. കുറഞ്ഞത് 3 പേരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വേണമെന്നാണ് പറയുന്നത്. അതിലൊരാൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ നമ്മൾ ലക്കി ആയിട്ടൊരാളാണ്. പ്രശ്നങ്ങൾ മാറണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാനും സപ്പോർട്ട് കിട്ടാനും ചില ഇടങ്ങളായിട്ടിരിക്കുക. ചിലർക്കെങ്കിലും നമ്മളെ മുമ്പിൽ ഇങ്ങനെയൊക്കെ വന്ന ഓരോ വിഷമം പറയുമ്പോൾ ഉണ്ടല്ലോ, ചിലർ ഓർക്കുന്നത് നമ്മളിൽ നിന്ന് സൊല്യൂഷൻ പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ്. ഒന്നുമല്ല, ജസ്റ്റ് അവർക്കൊന്ന് വെന്റിലേറ്റ് ചെയ്യാൻ ചില ഇടങ്ങൾ മാത്രമായിരിക്കും നമ്മൾ. ഈ ബോധ്യം ഉള്ളപ്പോഴാണ് നമ്മൾ നല്ല കേൾവിക്കാരായിട്ട് മാറുന്നത്. എന്നാൽ അടുത്ത ഒരു പരിപാടി എന്ന് പറയുന്നത്, ഈ ഉള്ളിലുള്ള വിഷമം എല്ലാം പുറത്ത് കാണിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. ഭയങ്കരമായിട്ട് എക്സ്പ്രസീവായിട്ട് മാറുന്ന, അവരുടെ ഇമോഷനെ അവർക്ക് തന്നെ നിയന്ത്രിക്കാൻ അറിയത്തില്ല നടക്കുന്നുണ്ട്. അത് അപ്പോഴെന്ത് പറ്റും, നമ്മളുടെ മനസ്സ് പോലെ തന്നെ നമ്മുടെ ചുറ്റുപാടും എല്ലാം അസമയങ്ങളായിട്ട് മാറുന്നൊരു നേരമാണ്. ചിലരെങ്കിലും അത് അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ ആയി പോകുന്നവരുണ്ട്. അവർക്കിടയിൽ ഏറ്റവും കൂടുതൽ ഇരയായി പോകുന്നത് ചിലപ്പം ദുർബലരായിട്ടുള്ള കുഞ്ഞുങ്ങളെ പോലുള്ളവരോ, അല്ലെങ്കിൽ അവരുടെ കീഴിൽ ജോലി ചെയ്യുന്നവരോ, അല്ലെങ്കിൽ അവരുടെ അവരുടെ സഹായം കൊണ്ട് നിൽക്കുന്നവരൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇരയായിട്ട് പോകുന്നത്. അല്ലെ അവരുടെ കൂടെ ബന്ധത്തിൻ്റെ ചില കെട്ടിലൊക്കെ പെട്ടുപോയവരുണ്ടല്ലോ, അവരെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല. എന്നാൽ ഇവരുടെ ഈ സ്വഭാവം സഹിക്കാനും പറ്റത്തില്ല. ആ ഒരവസ്ഥയെ കഴിയുന്നവരാണ്. അപ്പോൾ ഇവിടെ ഈ 2 മെതേഡ് നമുക്ക് ഒരു മനസ്സിൻ്റെ അസ്വസ്ഥത നിയന്ത്രിക്കാനുള്ള വഴികളല്ല. നമ്മൾ ഈ സൈലൻസ് ആയിട്ട് സ്വന്തമായിട്ട് പിടിച്ചു വെക്കുന്നതും, അല്ലെങ്കിൽ അത് പുറത്ത് കാണിച്ച് നടക്കുന്നതും. എന്നാൽ അതിനപ്പുറം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. വേറൊരാളെ ആണേലും നമ്മളെ ആണേലും എന്താണ് ഈ ഒരു ഡിസ്റ്റർബൻസ് എന്നെ ഇങ്ങനെ ഇത്രയും വിഷമിപ്പിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം നമ്മളെ. അതിൻ്റെ ഒരു കാര്യം പറയുവേ, മിക്കവാറും ഈ പലരും കാണിക്കുന്ന ദേഷ്യത്തിനും കുത്തിത്തിരിപ്പിൻ്റെ ഒക്കെ പുറകിൽ അവരനുഭവിച്ച ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ കാണും. ഈ ടോർച്ചേർഡ് പീപ്പിൾ ടോർച്ചർ ദ വേൾഡ് എന്നൊക്കെ പറയത്തില്ലേ. അതായത് ലോകത്തിൽ അവരനുഭവിച്ച എന്തെങ്കിലും പ്രയാസങ്ങളായിരിക്കും അവർ മറ്റുള്ളവരിൽ റിഫ്ലക്റ്റ് ചെയ്ത് അവരതിനെ ഒന്ന് അവരുടെ ഒരു പ്രയാസത്തെ ബാലൻസ് ചെയ്യാൻ നോക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പം അവർ ശരിക്കും പറഞ്ഞാൽ മറ്റൊരു ക്രൂരനായിട്ട് മാറുക മാത്രമാണ് ഈ ലോകത്ത് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ദേഷ്യം പോലും, നമ്മൾ അനുഭവിക്കുന്ന വലിയ പ്രയാസങ്ങൾ പോലും നമ്മൾ ഉള്ളി വെച്ചിരിക്കുന്ന മറ്റേതെങ്കിലും വികാരങ്ങളുടെയോ ആഗ്രഹങ്ങളുടെയോ സ്വപ്നങ്ങളുടെയോ ഒക്കെ റിഫ്ലക്ഷനാണ്. അതുകൊണ്ടാണ് പറയുന്നത് ആങ്കേഴ്സ് ആർ സെക്കൻഡറി ഫീലിങ്സ് എന്നൊക്കെ പറയുന്നത്. ഒരിക്കലും ദേഷ്യം കൊണ്ടല്ല നമ്മൾ പലരും ദേഷ്യപ്പെടുന്നത്. അല്ലെങ്കിൽ നമ്മൾ പല വലിയ ഒരു പ്രൗഢിയൊക്കെ കാണിക്കുന്ന പലതും നമുക്കത്രയും കഴിവുണ്ടായിട്ടല്ല. ചിലപ്പോൾ ഇറങ്ങിപ്പോകുന്നത് നമുക്കത്രയും ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിവുണ്ടായിട്ടല്ല, ആ ഒറ്റപ്പെടൽ കൊണ്ടായിരിക്കും ചിലർ ഇറങ്ങിപ്പോകുന്നത്. ഇവിടെയാണ് നമ്മളെ നമുക്ക് മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും ഇങ്ങനെ കാണിക്കുന്നവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത്. അക്സെപ്റ്റ് എ പേഴ്സൺ ആസ് ഇറ്റ് ഈസ്, യു വിൽ ബി എ ബെറ്റർ ഹ്യൂമൻ.